السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസിൻ്റെ ആശയമാണ്. ഐഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. എന്താണ് ഈ ഹദീസ് കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്? അത് ആദ്യം ഒന്ന് വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നബിതങ്ങൾക്ക് അല്ലാഹു തആല വഹി കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ അപ്പുറം ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പറയുന്ന ആളുകളും മുസ്ലിങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഉണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ആ പരമാർത്ഥത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നതിന് കൂടി പറയട്ടെ. ഒരു വഹിയ കൊടുക്കുന്നുണ്ട്, വഹിയ വരുന്നുണ്ട് എന്ന് മാത്രം അല്ല. അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് അള്ളാഹു തആല ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് തരാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യങ്ങളിലും അത് പറഞ്ഞാൽ തീരാത്ത അത്ര വലിയ വ്യത്യാസങ്ങളും ബഹുമാനങ്ങളും പ്രത്യേകതകളും ഖുസൂസിയാത്തും മുത്തുനബിതങ്ങളിൽ ഉണ്ട്. അത് അംഗീകരിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് അതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് നമ്മൾ പറയുന്നത്. അതാണ് യഥാർത്ഥ ഇസ്ലാം മതത്തിൻ്റെ ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. മറ്റു പുത്തൻ ചിന്താഗതിക്കാരുള്ള വിശ്വാസക്കാർ, പുത്തൻ പ്രസ്ഥാനക്കാർ, ആശയക്കാരൊക്കെ ഈ ആശയം ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ്, ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ സാധാരണ മനുഷ്യനായിട്ട് ചിത്രീകരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ കണ്ണിന് പ്രത്യേകത ഉണ്ട്, കാലിന് പ്രത്യേകത ഉണ്ട്, അവിടുത്തെ സംസാരത്തിന് എല്ലാം അവിടുത്തെ ഓരോന്നിനും പ്രത്യേകതയുണ്ട്. അവിടുന്ന് ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. മുഹമ്മദുൻ അൽ ഇൻസാനുൽ കാമിൽ. മരണപ്പെട്ടു പോയ അലവി മാലിക് മക്ക എന്ന് പറയുന്ന വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണനായൊരു മനുഷ്യൻ. ഈ ഒരു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് നമ്മളെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ട് കഴിയൂല? ഒരുപാട് അപൂർണതകളും അപാകതകളും നമ്മളിൽ ഉണ്ട്. ഇത് സത്യമല്ലേ? സത്യമാണ്. അത് നമ്മുടെ കുഴപ്പം അല്ല. അല്ലാഹു തആല നമ്മളെ അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. മുത്തുനബി തങ്ങളെ അങ്ങനെ അല്ല അള്ളാഹു ആക്കിയത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ ഒരു ഹദീസ് ശരിക്കും കേട്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. ഇത് സ്വഹീഹുൽ ബുഖാരിയും
സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തിയ അവരൊത്ത് സമ്മതിച്ച മുത്തഫഖുൻ അലഹിയായ ഹദീസാണ്. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്, തള്ളിക്കളയാൻ പറ്റാത്ത ഹദീസാണ്, വലിയൊരു പ്രത്യേകത ഉള്ള ഹദീസാണ് മുത്തഫഖുൻ അലൈഹി. ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാഹുമുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസാലി റഹ്മത്തൻ ലഹും. ജനങ്ങളോടുള്ള ആ ഒരു കാരുണ്യം കൊണ്ട് വിസ്വാലിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിരോധിച്ചു, വിസാൽ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്താണ് ഈ വിസ്വാൽ എന്ന് പറഞ്ഞാൽ? വിസ്വാൽ എന്ന് പറഞ്ഞ അറബി ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? രാപ്പകൽ മുഴുവനും ഒന്നും കഴിക്കാതെ നോമ്പെടുക്കുക, അത് പാടില്ല. അതൊരു മുസ്ലിമിനും പാടില്ല. നോമ്പ് നമുക്ക് എടുക്കാം എന്ന് ഇസ്ലാം അല്ലാഹു തആല നിഷിദ്ധമാക്കാത്ത എല്ലാ ദിവസവും, അള്ളാഹ് നിഷിദ്ധമാക്കിയ ദിവസം എന്നൊക്കെയാണ്? ചെറിയ പെരുന്നാളിന് നോമ്പെടുക്കാൻ പറ്റൂല, വലിയ പെരുന്നാളിന് നോമ്പെടുക്കാൻ പറ്റൂല. പിന്നെ ഏതാണ്? ദുൽഹിജ്ജ 10-നാണ് വലിയ പെരുന്നാൾ, ഷവ്വാൽ 1-നാണ് ചെറിയ പെരുന്നാൾ, ദുൽഹിജ്ജ 11, 12, 13 അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളാണ്, അന്നും നോമ്പെടുക്കാൻ പാടില്ല. പിന്നെ നോമ്പ് കറാഹത്തുള്ള ചില സമയങ്ങളുണ്ട്. അതെപ്പോഴാ? ശക്കിൻ്റെ ദിവസം, സംശയത്തിൻ്റെ ദിവസം, ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കി നോമ്പെടുക്കാം. അല്ലാത്ത വർഷത്തിൽ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ല. ഏറ്റവും നല്ലത് സുന്നത്തായ നോമ്പുകൾ, തിങ്കളാഴ്ച, വ്യാഴാഴ്ച, അയ്യാമുൽ ബീദിൻ്റെ നോമ്പ്, അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഉള്ള നോമ്പ്, അറഫ നോമ്പ്, അതുപോലെ മുഹറം 9, 10ൻ്റെ നോമ്പ്, ദുൽഹിജ്ജ ആദ്യത്തെ 9 ദിവസമുള്ള നോമ്പ്, മുഹറം മാസത്തിലെ നോമ്പ്, റജബിലെ മെഹറാജ് നോമ്പ്, ബറാത്ത് നോമ്പ്, ഷവ്വാലിലെ 6 നോമ്പ്, ഇങ്ങനെ തുടങ്ങിയ സുന്നത്തായ നോമ്പുകളുണ്ട്. ഇതൊക്കെ നമുക്ക് എടുക്കാം, അള്ളാഹു തആല കൂലി തരും. ഈ നോമ്പെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? സുബഹി മുതൽ മഗ്രിബി വരെ മാത്രമേ നമുക്ക് നോമ്പിൻ്റെ സമയവും ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കി നിൽക്കാൻ പറ്റുള്ളൂ. മഗ്രിബി ആയാൽ എന്തെങ്കിലും കൊണ്ട് നമ്മൾ നോമ്പെടുക്കണം. ഹലാലായ അള്ളാഹു അനുവദിച്ച ഭക്ഷണങ്ങളുണ്ടല്ലോ, ഏറ്റവും നല്ല ഈത്തപ്പഴമാണ്, അതില്ലെങ്കിൽ വെള്ളമാണ്. അതൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നോമ്പ് തുറന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അല്ലാതെ സുബഹി മുതൽ പിറ്റേന്ന് സുബഹി വരെ നോമ്പെടുക്കുന്ന ശീലം ഇസ്ലാമിൽ ഇല്ല, പാടില്ല, ഹറാമാണ്, കുറ്റമാണ്. അല്ലാഹു തആല ശിക്ഷയാണ് അതിന് തരിക. അതാണ് നബി തങ്ങൾ നിരോധിച്ചത്, വിസ്വാലാണ്. വിസാൽ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് 24 മണിക്കൂർ നോമ്പെടുക്കുക. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, വിസാൽ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, ഇന്നക തുവാസിലു, അള്ളാഹിൻ്റെ റസൂലെ അങ്ങ് വിസാൽ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ നോമ്പെടുക്കുന്നുണ്ടല്ലോ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ മറുപടിയാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെ അല്ല. തീർച്ചയായും ലസ്തു, ഞാനല്ല, കഹൈഅതികും, നിങ്ങളെപ്പോലെ ഞാനല്ല. ഇന്നി അബീതു യുതഇമുനി റബ്ബി,
വയസ്കിനി, എൻ്റെ റബ്ബ് എനിക്ക് രാത്രി ഭക്ഷണം നൽകുന്നുണ്ട്, എനിക്ക് വെള്ളം തരുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് അല്ലാഹു തആല ഭക്ഷണവും വെള്ളവും തരുന്നുണ്ട്. ഇത് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത? ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇതൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. നബിതങ്ങളുടെ പ്രത്യേകതയാണിത് പറഞ്ഞത്. നബിതങ്ങൾക്ക് ഒരുപാട് ആളുകളെ ശക്തിയുണ്ടെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി ബാധിച്ചപ്പോഴും പറഞ്ഞിട്ടില്ല അങ്ങനെ. നബിതങ്ങൾക്ക് അല്ലാഹു വലിയ ശക്തി കൊടുത്തിട്ടുണ്ട്. അതാണല്ലോ ഖന്തക്കിൻ്റെ സമയത്ത് സ്വഹാബികൾ അവർ കിടങ്ങു കുഴിക്കുമ്പോൾ ചില പാറകൾ സ്വഹാബത്ത് വെട്ടിയാൽ പൊടിയൂല. അപ്പോൾ അത് റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോൾ നബിതങ്ങൾ അതിനെ വെട്ടിയാൽ പൊടിയും. നബിതങ്ങളുടെ പ്രത്യേകതയാണ്, നബിതങ്ങളുടെ ശക്തിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ നബിതങ്ങൾ നമ്മളെപ്പോലത്തെ ഒരാളാണ്, പക്ഷെ നബിക്ക് വഴി കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെ കൂടെ നമ്മൾ കൂടാതിരിക്കാനാണ് ഈ ഒരു സന്ദേശം ഈ ഒരു സമയത്ത് പറയാനുള്ള കാരണം. നമ്മുടെ വിശ്വാസം ഒരിക്കലും പിഴയ്ക്കരുത്. നമ്മൾ വിശ്വാസം പിഴച്ചാൽ നമ്മുടെ നന്മകൾ മുഴുവനും നശിച്ചു. നമ്മൾ നന്മ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. നമ്മുടെ യഥാർത്ഥ വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം, അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞല്ലോ, ആമീനു കമാ ആമനന്നാസ്. സ്വഹാബത്ത് എങ്ങനെയാണോ അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിച്ചത്, അതേ വിശ്വാസം നിങ്ങളും വിശ്വസിക്കണം. ഈമാൻകാരും ഇസ്ലാംകാരും വിശ്വസിക്കണം എന്ന് മാത്രമല്ല അള്ളാഹു നമ്മൾ കൽപ്പിച്ചത്. സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചു അതുപോലെ വിശ്വസിക്കണം. സ്വഹാബത്തിൻ്റെ വിശ്വാസം ഇതാണ്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമ്മൾ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അതൊക്കെ എത്തിക്കണം, നിങ്ങൾ ദുആ ചെയ്യണം. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.